ഹലോ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രഷ് ചെയ്യുന്ന തന്നെ തുടങ്ങാം കേട്ടോ. ഒരു സൺഡേ വ്ളോഗാണ്. ഇന്നലെ ഇടേണ്ടതാണ്, മാറിപ്പോയി, ഇന്നായിപ്പോയി, കുറച്ച് തിരക്കായി പോയി. അപ്പോൾ നമുക്ക് ആദ്യം ബ്രഷ് ചെയ്യുന്ന തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ പേസ്റ്റ് കാണുന്നതിന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ പല്ലുവേദന കാണിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ തന്നതാണ് കേട്ടോ. ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ദിവസമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊന്ന് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തുടങ്ങാം. എന്താ ഉണ്ടാക്കുക? അനക്കെന്താ കഴിക്കാൻ വേണ്ടി? എന്ത് പൂരിക്ക് പൊതിയനോ? അതിങ്ങനെ ഒരു പൊതിയെ പൂരി തന്നെയാണോ? വേറൊന്നും പോരാ? അവനൊരു പൂരിക്കള്ളനായതുകൊണ്ട് എപ്പോൾ ചോദിച്ചാലും അവനിക്ക് ഭൂരി ദോശ, ഭൂരി ദോശ, ഭൂരി ദോശ എന്നുള്ള മട്ടാണ് കേട്ടോ. ചപ്പാത്തി തിന്നാൻ അങ്ങോട്ട് ഇഷ്ടമല്ല. ഇഡ്ഡലിയൊക്കെ പണ്ട് ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതും പറ്റാണ്ടായി. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പാവും കുറച്ച് മൈദാമാവും കുറച്ച് ഉപ്പിട്ട് അങ്ങോട്ട് പൂരിക്ക് അങ്ങോട്ട് കുഴച്ചെടുത്തു. അപ്പം ഉണ്ട് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ സൂര്യൻ, അത് അങ്ങനെ പോയിട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ അതൊക്കെ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചു. അപ്പം ഞാൻ അതൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാണ്. കഴുകി എടുത്തു. ലാസ്റ്റ് അതാ മാവ് ഉരുളകളാക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഉരുണ്ട ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എനിക്കും വേണം പറഞ്ഞിട്ട് ഒരാൾക്ക് തിന്നേണ്ട ഭൂരി, അതായത് ഒരു ഭൂരിയുടെ മാവ് അവ എടുത്തു. അതാണ് സംഭവം. ഞാൻ എപ്പോൾ പണി ചെയ്യാൻ വേണ്ടി കയറിയാലോ അടുക്കളയിൽ കയറിയാലോ അവൻ എൻ്റെ ബാക്കിൽ വന്ന് അവൻ്റെ സ്പേസാണ്, അത് അവിടെ കയറിയിരിക്കേ. അപ്പം ഞാനിതാ ഓരോ പൂരിയായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്, കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഗോതമ്പാവിൻ്റെ കൂടെ കുറച്ച് മൈദാമാവും കൂടെ ഇട്ടാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ബസ്സിൽ പോണേ പൊടി പറക്കണ കാണാൻ നന്നായിട്ടില്ലേന്ന്. എന്ത് പണിയെടുക്കണമെങ്കിലും കൂടെ കയറിയിരിക്കാൻ ഒരാളുണ്ട്. എവിടെയെന്നറിയോ? അടുക്കള തിട്ടിൽ കാണിച്ചു തരാട്ടോ. എപ്പോൾ അടുക്കളയിൽ വന്നാലും അത് അവൻ്റെ സ്പേസാണ്. ഞാനിവിടെ ഇരിക്കും, വരും കയറി അങ്ങോട്ട് ഇരിക്കും. എന്ത് ചെയ്യണമെങ്കിലും കൂടെ മാടം നിൽക്കും. എന്തിനെ സഹായിക്കാനല്ല കേട്ടോ, ദ്രോഹിക്കാനാണ്. ഇതാണ്ട മാവ് 2 പേർക്ക് തിന്നേണ്ട പൂരിയുടെ മാവാണിത്. അതാ കയ്യിൽ ചുട്ടിട്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ പൂരീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. മൈക്കൊന്നും ഇല്ലാണ്ട് വോയിസ് ഒക്കെ ഇത്തിരി കമ്മിയായിരിക്കും കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് കത്താൻ പറ്റൂല, ഇത്രേ കത്താൻ പറ്റുള്ളൂ. അപ്പൊ ചുട്ടെടുക്കാം. അപ്പോൾ അത് എണ്ണ ഇവിടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഓരോന്ന് അങ്ങോട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരുന്നുണ്ട്. മൈദാമാവ് ഇട്ടിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ എപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ മൈദാമാവും കൂടെ ആഡ് ചെയ്തിട്ടാണ് എടുക്കാറ് കേട്ടോ. എനിക്ക് അപ്പോഴും ഒരു ഫിറ്റ്നസ്, അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ എനിക്ക്. അങ്ങനെ ഇട്ടെടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുമേ. എനിക്ക് അതിനെപ്പോലെ ഭൂരി കഴിക്കാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. ചപ്പാത്തിനോടേക്കാളും കൂടുതൽ ഭൂരിയോടാണ്. പിന്നെ അതാ ഞാൻ ഭൂരിക്ക് വേണ്ട കറി ഉണ്ടാക്കാൻ പോകുമായിരുന്നേ, ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട്. അപ്പോഴത്തേനും അവന് എനിക്ക് കറിയൊന്നും വേണ്ട, എനിക്ക് വിശക്കണു, പഞ്ചസാര ഇട്ടതായോ പറഞ്ഞിട്ട് അവൻ ചോദിച്ചപ്പോൾ ശരി പറഞ്ഞ് അവന് കൊണ്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ അത്താക്കും കൊടുക്കണം, ഫുഡ് കടയിലേക്ക് കൊടുത്തയക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അതാ കറിക്കുള്ള പണി നോക്കിയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. അത്താക്കും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കറി ഉണ്ടാക്കിയതാണ്. ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ടിട്ട് മസാലക്കറി ഉണ്ടാക്കില്ല അത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കണതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേനും അവൻ എനിക്ക് കാക്ക വേണം അവരുടെ തന്നെ അടുക്കളയിൽ വന്ന് ബേക്കി വന്ന് തൊയിരം കെടുത്തിയപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അവന് കൊടുത്തു, നിവർത്തികേട് കൊണ്ട്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയോ അവൻ്റെ മൂത്താപ്പ, അതായത് അവൻ്റെ പിരിയത്ത വന്ന് അവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ അവനെ പറഞ്ഞയച്ച് വിട്ട ശേഷം ഞാനും അങ്ങനെ കഴിക്കാൻ നിന്നു. അപ്പോൾ ഒരു പാത്രം ഒരു റൗണ്ട് കറക്കി നോക്കിയതാണ്, കറങ്ങുന്നില്ല. അതിന് കറക്കി താഴെ പോയാലോ പറഞ്ഞ് ഞാൻ ആ പരിശ്രമം വിട്ടു. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നോക്കുമ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ അങ്ങനെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു, അതും ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ നെയ്ച്ചോറ് വെച്ചു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നെയ്ച്ചോറ് വെക്കുന്നത്. വെച്ച് തിന്ന് എല്ലാവരും വെച്ച് തരിക കഴിക്കുക എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടുമില്ല, വെക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നതാ ഞാൻ വെക്കായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക്. അപ്പം ഞാൻ അതിനുള്ള എല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ ഇതൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതിൽ ഞാൻ കുറച്ച് പൊരിക്കാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ മസാലകൾ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ എടുത്താലും ഞാൻ കുറച്ചെടുത്ത് മാറ്റും കേട്ടോ. അവനിക്ക് ചിക്കൻ ചില്ലി പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അവനിക്ക് വേണ്ടി ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റലുണ്ട്. അത് കാലൊക്കെ ഉണ്ട്, അവനിക്ക് മാത്രം ഒരു കാല് വിട്ടാൽ അത് ഇടും കേട്ടോ. വെക്കാനും ചിക്കൻ കറി വെക്കാനും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ്റിന് ഞാനിത് എടുത്തിട്ടുണ്ട്. കുറച്ച് സവാളയും പുതിനയിലയും പച്ചമുളകും കൂടെ എടുത്ത് മാറ്റി വേറെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ചിക്കൻ കറി വെച്ചിട്ട് നെയ്ച്ചോറ് വെക്കാം. അപ്പോൾ ഞാനത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ചിക്കൻ കറി വെക്കാം. ഞാൻ ഇവിടെ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയത് അവൻ വന്നു. അവൻ അവിടെ നിന്ന് മൂത്തച്ഛൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ പോയ ശേഷം അവൻ പിന്നെ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നത് കൊണ്ട് എനിക്ക് ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, വെക്കുന്ന രീതിയൊന്നും. അതിപ്പോൾ സാധാരണ അതേ രീതിക്ക് തന്നെ വെച്ചത്, പക്ഷെ എനിക്ക് എന്നാലും എടുക്കാൻ പറ്റിയില്ല. അവൻ വന്നതും എനിക്ക് ഫോൺ വേണമെന്നായി. പിന്നെ ഇത്തിരി നേരം എൻ്റെ ബാക്കിൽ വന്ന് തൊയിലും കെടുത്തിയപ്പോൾ ഞാൻ പിന്നെ കൊടുത്ത് ഇത്തിരി നേരം എൻ്റെ പണി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ എൻ്റെ നിന്ന് പിന്നെ ഇത്തിരി ഒന്ന് തട്ടിപ്പറിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അതൊക്കെ വെച്ചത് കാണിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നെയ്ച്ചോറ് വെക്കണം. അപ്പോൾ നെയ്ച്ചോറ്റിനുള്ള പണിയാണ് ഇനി ചെയ്യേണ്ടത്. എനിക്ക് അറിയാത്തത് കൊണ്ട്, അറിയാകിയല്ല എങ്കിലും വെച്ചിട്ടില്ലല്ലോ, ആ ഒരു ടെൻഷൻ. ഞാൻ അപ്പോൾ ചിക്കൻ കറി കുറച്ച് പുതിനയിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് നെയ്ച്ചോറ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക, പട്ട, കറാമ്പോ, ലീഫ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും ഓയിലും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധാ വെക്കണ പോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വെച്ച് വന്നപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് ഞാൻ പറയാം. കഴിച്ചവരൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞ്. ഫസ്റ്റ് ടൈം അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ എന്താ കുറച്ച് വെള്ളം കൂടി പോയി. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ഇടേണ്ടവിടെ ഞാൻ അതിൻ്റെ പേസ്റ്റ് കവറ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ കളർ ചേഞ്ചും വന്നു, അത്ര തന്നെ പ്രശ്നം. അപ്പോൾ അത് ഉമ്മ വന്നിട്ട് പറഞ്ഞു അങ്ങനെ അതിട്ടത് കൊണ്ട് കളർ മാറിയത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനങ്ങനെ സവാളയൊക്കെ ഇട്ട് വണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത ശേഷം കുറച്ച് അരിയൊക്കെ ഇട്ടിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങനെ കാണിച്ചത്, നല്ല മണം വരും കണ്ട. പേസ്റ്റ് ഇതിട്ടത് കൊണ്ട് കളർ മാറി എന്നാണ് പറഞ്ഞതേ. കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം നോക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടു. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ, ആദ്യമായിട്ട് വയ്ക്കുകയല്ലേ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആർക്കാ എന്താ, ഏത് പോലീസിനും ഓരോ അബദ്ധം പറ്റും പറഞ്ഞ പോലെ നമുക്ക് ഒരു അബദ്ധം പറ്റി, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനായി വെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് മെയിനാണ് എൻ്റെ. ഉപ്പ് എത്ര ഇട്ടാലും പോരാ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇട്ടുകൊണ്ടേ ഇരിക്കും. അതാണ് എൻ്റെ ഒരു മെയിൻ ഹോബി. ഉപ്പാണ് എൻ്റെ മെയിൻ. ഞാനത് കഴുകി വെച്ച് അരി എടുത്തിട്ടിട്ടുണ്ട്. ഈ അരി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നല്ല കുതിർന്നിട്ടുണ്ടാവും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ ഇന്നത്തിരിയൊക്കെ എടുത്ത് കഴിക്കലുണ്ടായിരുന്നു. അതാണ് നല്ല പോലെ അവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുക്കള കണ്ടിട്ട് അത് എന്ത് അടുക്കളയാണിത്, എന്ത് വൃത്തികേടാണെന്നൊക്കെ നിങ്ങൾ ആ ഭിത്തി കണ്ടിട്ട് പറയണ്ട, ചുമര് കണ്ടിട്ട്. കാരണം ഇത് കുറച്ച് പഴക്കം ചെന്ന വീടാണ്. അതായത് ഇക്കാൻ്റെ കുട്ടിക്കാലത്തെ വീടാണ്, അവർ പണ്ട് കെട്ടിയത്. ആയതുകൊണ്ട് സൂപ്പറാ, ഇഷ്ടപ്പെട്ടാ? അവരോട് പറയും സൂപ്പർ ലൈക്ക് ചെയ്യാൻ പറയും. ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ നീ വെക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് വെക്കാൻ ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് മറ്റേ ചുമരൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ കളർ ചേഞ്ച് ചെയ്തിട്ടാ. അപ്പോൾ എന്താ അവിടെ നമ്മുടെ നെയ്ച്ചോറ്, ചിക്കൻ കറി, ചില്ലി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വെച്ചുകൊണ്ട് പറയല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വെക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടി, അല്ലാണ്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ അല്ലേ? പറ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.